ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം വ്ളോഗാണ്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കേട്ടപ്പോൾ തന്നെ ഡെയിലി വ്ളോഗ് കാണുന്നവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ സൗണ്ടും പോയി. ഇത് ശരിയാവാൻ എന്തായാലും കുറച്ച് ദിവസം പിടിക്കും. അപ്പം ഞാൻ അതുവരെ ഇങ്ങനെ ലാഗ് ആക്കണ്ട വെച്ചിട്ടാണ് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നത് കേട്ടോ. കല്യാണത്തലേന്ന് ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ. ബാക്കിയുള്ളവർ ഒരു അരമണിക്കൂറെങ്കിലും ചിലപ്പോൾ കടന്നിട്ടുണ്ടാവും. ചേച്ചിയൊക്കെ അത്യാവശ്യം 3-4 മണിക്കൂർ കിടന്നുറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ 1-2 മണിക്കൂർ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ഞാൻ കല്യാണത്തിൻ്റെ തലേന്ന് ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. കാരണം നമുക്ക് ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഡെക്കറേഷൻ നോക്കാനുണ്ടായിരുന്നു. കല്യാണത്തിന് വേണ്ട കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമായിട്ട് മേടിക്കാനുള്ളതുണ്ടായിരുന്നു. അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിനും അതുപോലെ തന്നെ സാരി ഡ്രേപ്പിസ്റ്റിനൊക്കെ ഞാനാണ് കേട്ടോ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അവരൊക്കെ വരാമെന്ന് പറഞ്ഞ സമയം 1:30 കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ വന്നിട്ട് ബാക്കി ഉറങ്ങണ ആൾക്കാരെ ഉറക്കം കളയണ്ടെന്ന് വിചാരിച്ചു. കാരണം എനിക്കങ്ങനെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 1:30 ആകുമ്പോഴേക്കും സാരി ഡ്രേപ്പിസ്റ്റിൻ്റെ ആളുകൾ വന്ന് സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്തു. പിന്നെ ഒരു 3 മണിയാകുമ്പോഴേക്കും മേക്കപ്പിൻ്റെ ആൾ വന്ന് മേക്കപ്പ് ചെയ്തോട്ടെ. എനിക്ക് വേറെ സെപ്പറേറ്റ് ആളാണ് കേട്ടോ മേക്കപ്പ് ചെയ്തത്. എനിക്ക് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് വരാമെന്ന് പറഞ്ഞ സമയം 2 മണിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഉറങ്ങാൻ സമയം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മേക്കപ്പ് എല്ലാവരുടെയും കഴിഞ്ഞിതാ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ താലികെട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ അച്ഛനും അമ്മയും ഞാനും ചേച്ചിയും എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോട്ടെ. എൻ്റെ സൗണ്ട് കറക്റ്റ് ഇപ്പോഴും ശരിയായിട്ടില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഫുൾ ലുക്ക്. ഞാൻ ശരിക്കും തോന്നുന്നു ഫുൾ ലുക്ക് ഞാൻ എടുത്തിട്ടുണ്ടാവില്ല. 2 മാല ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്യിൽ കുപ്പിവളയും ഗോൾഡൻ്റെ വളയും മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടേക്കണം കേട്ടോ. പിന്നെ വലിയ ജുമക്കയും ഇയർ ചെയിനും ഹിപ്പ് ചെയിനും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗ്രൂം എത്തിയിട്ടുണ്ട്. കല്യാണച്ചക്കനും ഫാമിലി എത്തിയിട്ടുണ്ട്. അച്ഛനും അമ്മയും ചേട്ടൻ്റെ അനിയത്തി ഉണ്ട് കേട്ടോ. അശ്വതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കറക്റ്റ് സമയത്ത് തന്നെ എത്തി കേട്ടോ. കാരണം നമ്മൾ വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോഴേക്കും അവരും വന്നു. ഇന്നത്തെ ദിവസം നല്ല തിരക്കാണ് കേട്ടോ. നല്ല കല്യാണങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു 230 മേലെ കല്യാണങ്ങൾ ഉള്ള ദിവസമാണ് കേട്ടോ ഇന്ന്. പക്ഷെ ആ ഒരു തിരക്കൊന്നും മണ്ഡപത്തിൻ്റെ അവിടെ കണ്ടില്ല കേട്ടോ. നല്ല രീതിക്ക് ദേവസ്വം സെക്യൂരിറ്റീസ് കൺട്രോൾ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത്. കാരണം ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. നമ്മുടെ ഗുരുവായൂരമ്പലത്തിൻ്റെ നടയിലൊന്നും ഒരു തിക്കും തിരക്കൊന്നും ഇല്ലാണ്ട് നല്ല സുഖമായിട്ട് തന്നെ അവർ മണ്ഡപത്തിൽ കയറി താലി കെട്ടി ഇറങ്ങി കേട്ടോ. അതിനുശേഷം നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ചെക്കനും പെണ്ണിനും മധുരമൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ കളരി കയറി തൊഴുതു. കുറച്ച് ഫോട്ടോസ് നമ്മൾ തൊട്ടപ്പുറത്തുള്ള മനയിലൊക്കെ വെച്ചെടുത്തിട്ട് നേരെ ഇനി നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോയത് ജയമാമയുടെ ഓട്ടോയിലാണ്. കാരണം ഞാനും അശ്വതിയും സ്നേഹയും നേരത്തെ പോയി. നമുക്ക് താലൊക്കെ എടുക്കാൻ കേട്ടോ എനിക്കും സ്നേഹയ്ക്കും. അപ്പം അതിനൊക്കെ വേണ്ടി നേരത്തെ പോയി. അപ്പോൾ അതാ ഫ്രണ്ടിൽ തന്നെ ചേച്ചിയുടെയും മനുവേട്ടൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഗസ്റ്റൊക്കെ ആയിട്ട് ഇതാ ഫാമിലി മെമ്പേഴ്സും ഗസ്റ്റും റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ഇതാ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ മനുവേട്ടൻ്റെ അങ്കിളൊക്കെ ഉണ്ടായിരുന്നു. അങ്കിളായിട്ട് കുറച്ച് സംസാരിച്ചു. പിന്നെ ഇതാ അച്ചമ്മ കയറി പോകുന്നുണ്ട്, അച്ചോളുണ്ട്, മുത്തശ്ശനുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാണ് അവൻ്റെ ഓഡിറ്റോറിയത്തിലുള്ള സ്റ്റേജിലെ ഡെക്കറേഷൻ കേട്ടോ. കണ്ട നടുക്കിൽ വാളും പരിചയും. കാരണം ചെക്കനും പെണ്ണും കളരിക്കാരാണ്. അപ്പോൾ നടുക്കിൽ വാളും പരിചയൊക്കെ വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ്.
ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നിൻ തേടുവതും രാഗമായി ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നിൻ തേടുവതും. കല്യാണത്തിന് വിച്ചു വരുന്നില്ലേന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിച്ചു തലേ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയാണ് വിച്ചുവിന്റെ ഫ്ലൈറ്റ് ഇറങ്ങിയത്. കല്യാണത്തിന് വിച്ചു വന്നിട്ടുണ്ട്. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നിൻ തേടുവതും രാഗമായി ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നിൻ തേടുവതും രാഗമായി ദേവൻ. കല്യാണ റിസപ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാനൊരു ക്രോപ്പ് ടോപ്പും സ്കേർട്ടും പ്ലസ് ഷാളാണ് ഞാൻ പെയർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ബ്ലാക്ക് ആണ് കേട്ടോ. ഫുള്ള് ടോപ്പ് കുറച്ച് എന്താ പറയുക വർക്കുള്ള ടോപ്പാണ്. അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ ഈ ഒരു ബോർഡർ വർക്ക് ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ചെയ്ത ബീഡ്സ് ആണ് കേട്ടോ. ഹാങ്ങിങ് ബീഡ്സ് ഇത് ഞാൻ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ജ്വല്ലറി ഈ ഒരു സിൽവർ സ്റ്റോൺ വരുന്ന ഒരു ജ്വല്ലറിയാണ്. ഹാങ് ചെയ്ത് കിടക്കുന്ന ഇയറിങ്. പിന്നെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള മാല. പിന്നെ സിൽവറിന്റെ ഒരു കൈ ചെയിൻ. പിന്നെ ബാങ്ക്. എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ എന്താ പറയുക, കുറച്ച് ഇതിൻ്റെ ഉള്ളിലൊരു സ്കേർട്ട് ഉണ്ട്. അത് താഴത്തെ റിങ്ങൊക്കെ ഉള്ളൊരു സ്കേർട്ടാണ്. നല്ലോണം വിരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ലോണം വിരിഞ്ഞ് നിൽക്കുന്ന സ്കേർട്ടാണ്. ഞാനിത് വേറൊരു ആവശ്യത്തിന് മേടിച്ചതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈ ഒരു സ്കേർട്ടിന്റെ കൂടെ ഇട്ടാൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് കിടക്കുമെന്ന് തോന്നിയിട്ട് ഞാൻ ഇതിന്റെ കൂടെ ഇട്ടതാണ് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് കല്യാണ റിസപ്ഷന് പോവാം. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ ലുക്ക്. നല്ല ഭംഗിയിൽ നല്ല വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ സ്കേർട്ട്. കാരണം ഞാൻ ഉള്ളിൽ എന്താ പറയുക സ്റ്റിഫ് നെറ്റ് പോലത്തെ ഒരു സ്കേർട്ട് ഇട്ടിട്ടുണ്ട്, റിങ്ങൊക്കെ ഉള്ളത്. അത് കാരണം തന്നെ നല്ല വിരിഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോൾ കേക്ക് കട്ടിങ്ങും ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഒരുമിച്ചിരുന്ന് കട്ട് ചെയ്തു, അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. റിസപ്ഷനിൽ എനിക്ക് വളരെ കുറച്ച് ക്ലിപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കാനുള്ള നമുക്കൊരു സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ചേച്ചിയുടെയും ചേട്ടൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടില്ലേ, നല്ല അടിപൊളി ഔട്ട്ഫിറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ വിച്ചു വന്നിട്ടുണ്ടായിരുന്നു, വിച്ചുൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും വിച്ചും സ്നേഹയും കൂടിയിട്ട് എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ സ്നേഹയുടെ ഫ്യൂച്ചർ പ്ലാനൊക്കെ ചോദിച്ചറിയായിരുന്നു. പിന്നെ ഇതാ കുറേ പേര് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ചേച്ചി ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു സ്റ്റേജിൽ. നല്ല ലൈറ്റ് ബ്ലൂ കളർ ലെഹങ്കയായിരുന്നു കേട്ടോ. അതിൽ ആ ഒരു സ്കേർട്ട് ഫിഷ് കട്ടുള്ള സ്കേർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല സ്കേർട്ടാണ് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും നല്ല സംസാരത്തിലായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്നേഹം എന്തൊക്കെയോ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. സ്നേഹം എന്തൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു വിച്ചുവിനോട് പോളണ്ടിലെ വിശേഷങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർ ഫൈനലി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് 2 പേരും. ഇന്ന് ഇവിടെയാണ് കേട്ടോ. നാളെ പിറ്റേ ദിവസം അവർ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്ന് നൈറ്റ് പെണ്ണിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവരുടെ എൻട്രി നമ്മൾ എന്ത് വിചാരിച്ചു, സിമ്പിളാക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് പൂത്തിരി കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഹൽദിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഹൽദിക്ക് അത് യൂസ് ചെയ്തില്ല കേട്ടോ. കാരണം നമ്മളത് മറന്നുപോയി, അത് മേടിച്ച കാര്യം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ അത് യൂസ് ചെയ്യാൻ. ശ്രീ ചേച്ചി ഉണ്ണിയൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ണി ഉറങ്ങിപ്പോയി ക്ഷീണിച്ചിട്ട്. അപ്പോൾ നമ്മൾ പൂത്തിരി കത്തിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. കസിൻസും വലിയച്ഛനും അമ്മയും അച്ഛനും അതുപോലെ തന്നെ ചെറിയച്ഛനും എല്ലാവരും ഉണ്ട് കേട്ടോ. മുത്തച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. ശ്രീ ചേച്ചി ഉണ്ണി ഉള്ളിലേക്ക് പോയിട്ട്, കാരണം ഉണ്ണിക്ക് ചിലപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ളിലേക്ക് പോയി. അപ്പോൾ നമ്മളെല്ലാവരും പൂത്തിരിയൊക്കെ കത്തിച്ച് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് പുതിയ മെമ്പറിനെ നമ്മുടെ ഫാമിലിയിലോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ.
പറഞ്ഞ് കല്യാണം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ ഹൽദിയുടെ വ്ളോഗ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ദക്ഷിണയുടെ വ്ളോഗ് എടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഇതാ കല്യാണം പ്ലസ് റിസപ്ഷൻ്റെ വ്ളോഗ് എടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ദക്ഷിണയും അതുപോലെ തന്നെ ഹൽദി എനിക്ക് കുറേയൊക്കെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ കല്യാണം എനിക്ക് അത്രയും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റുന്ന പോലെ കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുത്ത് തരാൻ 2-3 കസിൻസൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദിവ്യേച്ചി, കണ്ണനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ലോണം കല്യാണത്തിൻ്റെ വ്ളോഗ് എടുക്കാനായിട്ട് കേട്ടോ. എന്തായാലും അത്യാവശ്യം കുറേയൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹൽദിയുടെയും ദക്ഷിണയുടെയും കല്യാണത്തിൻ്റെ ഒക്കെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ, ലവ് യു.